ഓക്കെ, ഡോക്ടർ അജ്മൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിനെ വളരെ നന്നായിട്ട് കാത്ത് ലാബിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫെമറൽ ആർട്ടറി ആക്സസ് എടുത്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമ്മൾ പെർക്ലോസ് ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ കാല് വഴി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഓപ്പറേറ്റർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്, പേഷ്യന്റിനും കംഫർട്ടബിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്ന് രക്തക്കുഴലിൽ നിന്ന് അതിന്റെ സൂചി ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ബ്ലീഡിംഗ് ഉണ്ടാവുക, രക്തസ്രാവം കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഈ പെർക്ലോസ് ഡിവൈസ്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു 4 മുതൽ 6 മണിക്കൂർ നേരത്തിന് ശേഷം അത് നമ്മൾ മാനുവലി റിമൂവ് ചെയ്തതിനു ശേഷം നമ്മൾ കംപ്രസ് ചെയ്ത് പിടിക്കുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റ് നേരം ഓപ്പറേറ്റർ അത് കംപ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ അതിൽ നിന്ന് രക്തസ്രാവം മുഴുവനായിട്ട് നിൽക്കുള്ളൂ. അത് പേഷ്യന്റ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. 20 മിനിറ്റ് നേരം അത്രയും പെയിൻ സഹിച്ചിട്ട് പേഷ്യന്റ് അവിടെ കിടക്കേണ്ടി വരും. അപ്പൊ അതിനെ ഒഴിവാക്കാനായി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഈ പെർക്ലോസ് ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴാണോ പ്രൊസീജിയർ തീരുന്നത് ആ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു ഡിവൈസ് കടത്തിവിട്ട് ആ രക്തക്കുഴലിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വിള്ളലിനെ നമ്മളൊരു സൂച്ചർ ബേസ്ഡ് ടെക്നിക്ക് വഴി അതിനെ ക്ലോസ് ചെയ്തിട്ട് ആ രക്തസ്രാവം മുഴുവനായിട്ട് ഇല്ലാതാക്കുന്നു. അതുവഴി പേഷ്യന്റ് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും, കോംപ്ലിക്കേഷൻസ് ഭയങ്കര കുറവായിരിക്കും, രക്തസ്രാവം കുറവായിരിക്കും, പേഷ്യന്റിനെ പെട്ടെന്ന് നമുക്ക് ആംബുലേറ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഡോക്ടർക്കും പേഷ്യന്റിനും മോർ കംഫർട്ട്. ഓക്കെ, ഡോക്ടർ അജ്മൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിനെ വളരെ നന്നായിട്ട് കാത്ത് ലാബിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫെമറൽ ആർട്ടറി ആക്സസ് എടുത്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമ്മൾ പെർക്ലോസ് ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ കാല് വഴി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഓപ്പറേറ്റർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്, പേഷ്യന്റിനും കംഫർട്ടബിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്ന് രക്തക്കുഴലിൽ നിന്ന് അതിന്റെ സൂചി ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ബ്ലീഡിംഗ് ഉണ്ടാവുക, രക്തസ്രാവം കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഈ പെർക്ലോസ് ഡിവൈസ്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു 4 മുതൽ 6 മണിക്കൂർ നേരത്തിന് ശേഷം അത് നമ്മൾ മാനുവലി റിമൂവ് ചെയ്തതിനു ശേഷം നമ്മൾ കംപ്രസ് ചെയ്ത് പിടിക്കുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റ് നേരം ഓപ്പറേറ്റർ അത് കംപ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ അതിൽ നിന്ന് രക്തസ്രാവം മുഴുവനായിട്ട് നിൽക്കുള്ളൂ. അത് പേഷ്യന്റ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. 20 മിനിറ്റ് നേരം അത്രയും പെയിൻ സഹിച്ചിട്ട് പേഷ്യന്റ് അവിടെ കിടക്കേണ്ടി വരും. അപ്പൊ അതിനെ ഒഴിവാക്കാനായി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഈ പെർക്ലോസ് ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴാണോ പ്രൊസീജിയർ തീരുന്നത് ആ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു ഡിവൈസ് കടത്തിവിട്ട് ആ രക്തക്കുഴലിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വിള്ളലിനെ നമ്മളൊരു സൂച്ചർ ബേസ്ഡ് ടെക്നിക്ക് വഴി അതിനെ ക്ലോസ് ചെയ്തിട്ട് ആ രക്തസ്രാവം മുഴുവനായിട്ട് ഇല്ലാതാക്കുന്നു. അതുവഴി പേഷ്യന്റ് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും, കോംപ്ലിക്കേഷൻസ് ഭയങ്കര കുറവായിരിക്കും, രക്തസ്രാവം കുറവായിരിക്കും, പേഷ്യന്റിനെ പെട്ടെന്ന് നമുക്ക് ആംബുലേറ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഡോക്ടർക്കും പേഷ്യന്റിനും മോർ കംഫർട്ട്.